വിഷ്ണു തലവൂർ, നമുക്ക് അവിടെയുള്ള വിദ്യാർത്ഥി യൂണിയനിലെ നേതാക്കൾ പറയുന്നത് മനസ്സിലാക്കാൻ സാധിക്കുമ്പോൾ ഇത്തരത്തിൽ പുരുഷ പോലീസ് തന്നെയാണ് സ്ത്രീകളെ, പെൺകുട്ടികളെ പോലും ആക്രമിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതോടൊപ്പം തന്നെ അവർ പറഞ്ഞു വെക്കുന്ന കാര്യമുണ്ട്, ABVPയുടെ അതേ മനോഭാവത്തിൽ തന്നെയാണ് പോലീസുകാരും ഇവരോട് പ്രതികരിക്കുന്നു എന്നതാണ്. തീർച്ചയായിട്ടും അത് തന്നെയാണ് ഇത്തരത്തിൽ ABVP ഒരു ഇസ്രായേൽ അനുകൂലമായിട്ട് മുദ്രാവാക്യമടക്കം വിളിച്ചുകൊണ്ട് വലിയ സംഘർഷം ഈ ക്യാമ്പസിനകത്ത് അഴിച്ചുപെടുന്ന ഒരു സാഹചര്യം. അതിനു പിന്നാലെ ക്യാമ്പസിലേക്ക് എത്തിയ പോലീസ് ABVPക്ക് അനുകൂലമായിക്കൊണ്ട് ഈ പലസ്തീൻ ഐക്യദാർഢ്യം സംഘടിപ്പിച്ച വിദ്യാർത്ഥികൾക്ക് നേരെ, SFI പ്രവർത്തകർക്ക് നേരെ വലിയ മർദ്ദനം തന്നെ അഴിച്ചുവിടുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കൃത്യമായി കാണാൻ കഴിയുന്നത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ ഈ വിദ്യാർത്ഥികളെ, പുരുഷ ഉദ്യോഗസ്ഥനാണ് പെൺകുട്ടികളെ തള്ളി മാറ്റുന്നതും അതോടൊപ്പം തന്നെ നിലവിൽ വിദ്യാർത്ഥികൾ പറയുന്നത് അനുസരിച്ചുകൊണ്ട് കേട്ടാൽ അറയ്ക്കുന്ന തരത്തിലുള്ള അസഭ്യം പെൺകുട്ടികൾക്ക് നേരെ പുരുഷ പോലീസ് ഉദ്യോഗസ്ഥൻ, അതായത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ ഈ പെൺകുട്ടികൾക്ക് നേരെ കേട്ടാൽ അറയ്ക്കുന്ന അസഭ്യ വർഷം നടത്തി എന്നതടക്കമുള്ള ആക്ഷേപം അല്ലെങ്കിൽ ആരോപണം തന്നെയാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ ഇപ്പോൾ പറയുന്നത്. എന്തായാലും വലിയ തരത്തിലുള്ള സംഘർഷ സാഹചര്യം തന്നെ ക്യാമ്പസിൽ നിലനിൽക്കുന്നു. ഇപ്പോൾ ഈ ഒരു സംഘർഷത്തെ തുടർന്ന് ക്യാമ്പസിന് 3 ദിവസത്തെ ഒരു അവധി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ക്യാമ്പസിനകത്ത് വൻ പോലീസ് സന്നാഹമാണ് ഇപ്പോൾ വിന്യസിച്ചിരിക്കുന്നത്. ശ്രീദേവി. ശ്രീ വിഷ്ണു, ഹൈദരാബാദ് ക്യാമ്പസിൽ അക്രമം അഴിച്ചുവിട്ട് ABVP SFI നേതൃത്വത്തിൽ വിദ്യാർത്ഥി യൂണിയൻ സംഘടിപ്പിച്ച പലസ്തീൻ ഐക്യദാർഢ്യത്തിനിടെ ABVP അക്രമം അഴിച്ചുവിടുകയായിരുന്നു. പലസ്തീൻ ഐക്യദാർഢ്യ പ്ലക്കാർഡുകളും പോസ്റ്ററുകളും നശിപ്പിച്ചു. പോലീസും ക്യാമ്പസിനകത്ത് കയറി വിദ്യാർത്ഥികളെ മർദ്ദിച്ചെന്ന് പരാതിയുണ്ട്. സംഘർഷത്തെ തുടർന്ന് ക്യാമ്പസിൽ 3 ദിവസത്തെ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വിഷ്ണു തലവൂരാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.